ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലത്തെ അക്വേറിയം വൃത്തിയാക്കാൻ പോവുക. ഫസ്റ്റ് തന്നെ രാവിലെ ആയതുകൊണ്ട് മീനിന് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല പച്ച കളറാണ്, അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ മാറ്റാം. ഒരു കോപ്പ എടുത്ത് ബക്കറ്റിലേക്ക് വെള്ളം കോരുകയാണ്. പെട്ടെന്ന് ഉയരത്തി ചാടും ചെയ്യും. കയ്യിൽ കടിക്കുന്നുള്ള പേടിയിൽ ഞാൻ സാവധാനത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റായിട്ട് ഞാൻ കോരിയ വെള്ളത്തിൻ്റെ കളറ് നോക്കൂ, നല്ല പച്ച കളറ്. ഇങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ വെള്ളം കോരി അക്വേറിയം നല്ല ഉരച്ച് ഫ്രഷാക്കി. പിന്നെ വെള്ളം കുറച്ചൊക്കെ തെളിഞ്ഞു. അക്വേറിയത്തിൽ തീരെ വെള്ളമില്ലാതായി. മീനുകൾ അതിൽ നിന്നും പിടയുകയാണ്. അങ്ങനെ ഓസ് വെച്ച് ഞാൻ അതിലേക്ക് വെള്ളം നിറച്ചു. അതിൽ ചെറിയ മീൻ 2 എണ്ണവും വലിയ മീൻ 2 എണ്ണവും ഉണ്ട്. അങ്ങനെ കുറേശ്ശെ വെള്ളമായപ്പോൾ അവർ നീന്തി കളിക്കാൻ തുടങ്ങി. അങ്ങനെ വെള്ളം കൂടി വരുന്നതനുസരിച്ച് അവരുടെ സന്തോഷവും അവരുടെ ഉത്സാഹവും അതിൽ കണ്ടു. അങ്ങനെ അക്വേറിയം നിറയാനായപ്പോൾ വെള്ളവും തെളിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. വെള്ളം കൂടുന്നതനുസരിച്ച് അവർ നീന്തി കളിക്കാൻ തുടങ്ങി. നീന്തി കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കും എൻ്റെ അനിയത്തിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അക്വേറിയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വെള്ളം നിറഞ്ഞതിന് ശേഷം അക്വേറിയത്തിൻ്റെ മൂടി വെച്ചു. അവരെ പുറമേ നിന്നും ഉള്ളിൽ നിന്നും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ തീറ്റയൊക്കെ കൊടുത്തു. ഞങ്ങൾ കുറച്ചു സമയം നോക്കി നിന്നു. ഹായ്, എന്തൊരു ഭംഗി! ഞങ്ങളുടെ വീട്ടിൽ അക്വേറിയം മാത്രമല്ല, കുറച്ചു കോഴികളുമുണ്ട്. അതിനെ നമുക്ക് കാണാം. ഇതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഇത് ബ്രഹ്മയിൽപ്പെട്ട ഒരു തരം ഫാൻസി കോഴികളാണ്. ഇതിൻ്റെ വിശദ വിവരം അടുത്ത പാർട്ടിൽ കാണാം. ബൈ ബൈ. ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.